മുക്കം നഗരസഭയിലെ ഇരട്ടക്കുളങ്ങര ഡിവിഷനിലെ അങ്കണവാടി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ശേഷം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ശിലാഫലകം സാമൂഹ്യവിരുദ്ധർ തകർത്തതായി പരാതി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ശിലാഫലകം തകർക്കപ്പെട്ടതെന്നാണ് ഈ ഡിവിഷനിലെ നിലവിലെ കൗൺസിലർ മുഹമ്മദ് അബ്ദുൾ മജീദ് ആരോപിക്കുന്നത്. മുക്കം നഗരസഭയിലെ ഇരട്ടക്കുളങ്ങര ഡിവിഷനിലെ അങ്കണവാടി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് ശേഷം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ശിലാഫലകമാണ് സാമൂഹ്യവിരുദ്ധർ തകർത്തതായി പരാതി ഉയരുന്നത്. അങ്കണവാടിയുടെ ചുറ്റുമതിലിൽ സ്ഥാപിച്ചിരുന്ന ശിലാഫലകം പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ശിലാഫലകം തകർക്കപ്പെട്ടതെന്നാണ് ഈ ഡിവിഷനിലെ നിലവിലെ കൗൺസിലർ മുഹമ്മദ് അബ്ദുൾ മജീദ് ആരോപിക്കുന്നത്. ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി നടത്തിയതിൻ്റെ ശിലാഫലകം ചുറ്റുമതിലിനോട് കൂടി നിർമ്മിച്ച ശിലാഫലകം കഴിഞ്ഞ ആഘോഷം ഇലക്ഷൻ പ്രഖ്യാപിച്ചവരും ബന്ധപ്പെട്ട് ആഘോഷം നടത്തുന്നതിനുള്ള സാമൂഹിക ദ്രോഹികൾ നശിപ്പിച്ചതാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ പിഞ്ചു കുട്ടികൾ ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ്. ഇത്തരം സാമൂഹിക ദ്രോഹികൾ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഈ കുട്ടികൾക്ക് വരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നിലവിലുണ്ടാവും. ശിലാഫലകം തകർത്ത സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താൻ തക്കതായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അങ്കണവാടി വർക്കറും നഗരസഭാ സെക്രട്ടറിയും മുക്കം പോലീസ് പരാതി നൽകിയതായും മുഹമ്മദ് അബ്ദുൾ മജീദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.